കേരളത്തിൽ പകർച്ചവ്യാധികളെ തടയാൻ ആരോഗ്യരംഗത്തിന് കഴിയുന്നില്ലേ? വലിയൊരു പ്രതിസന്ധിയിലേക്കാണോ നാം നീങ്ങുന്നത് എന്നുള്ള ചോദ്യം ഏറെ പ്രസക്തമാണ്. ആരോഗ്യമേഖലയെ ആകെ പിടിച്ചുകുലുക്കിയാണ് ഈ പകർച്ചവ്യാധികളിങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നത്. മഴക്കാലം കൂടി ആയതുകൊണ്ട് വളരെ ഗുരുതരമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. രോഗബാധ വ്യാപകമായി തന്നെ മുന്നോട്ട് പോകുന്നു. മലപ്പുറത്ത് 14 വയസ്സുകാരൻ്റെ അപ്രതീക്ഷിത വിയോഗം. വളരെ ഞെട്ടലോടെയാണ് നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചത്, ലക്ഷണങ്ങൾ കണ്ടത്, ഒപ്പം മരണം സംഭവിച്ചിരിക്കുന്നത്. കാര്യങ്ങളേറെ ഗൗരവകരമാക്കിയിരിക്കുന്നു, ജനങ്ങളെ ഏറെ പരിഭ്രാന്തരാക്കിയിരിക്കുന്നു. രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന് തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ. കേരളത്തിൽ നടത്തിയ പരിശോധനയിൽ നിപ്പയാണെന്ന് കണ്ടെത്തി. പിന്നീട് പൂനെയിലെ വൈറോളജി ലാബിലേക്ക് സാമ്പിൾ അയച്ച് രോഗനിർണയം സ്ഥിരീകരിച്ചു. ഇക്കഴിഞ്ഞ 15-ാം തീയതി മുതൽ രോഗലക്ഷണങ്ങൾ പ്രകടമാണ്. കുട്ടിയെ ആദ്യം പാണ്ടിക്കാട്ടെ ക്ലിനിക്കിലും പിന്നീട് 2 സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. അതിനുശേഷമാണ് കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അവിടെ വച്ചാണ് നിപ്പ സംശയം ഉടലെടുത്തത്. ശേഷം സ്രവ പരിശോധന നടത്തി പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചു. സാമ്പിൾ ഫലം കഴിഞ്ഞ ദിവസം പോസിറ്റീവായി. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കാര്യങ്ങൾ ഏറെ ഗൗരവകരമായി തന്നെ എടുക്കുകയായിരുന്നു. നിപ്പ സ്ഥിരീകരിച്ചതിന് പിന്നാലെ കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഈ 14കാരനുമായി സമ്പർക്കമുണ്ടായിരുന്ന കുറച്ച് ആളുകൾക്ക് രോഗലക്ഷണങ്ങളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ 68 വയസ്സുകാരനും നിപ്പ സംശയം തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. വളരെ ജാഗ്രതയോടെയാണ് കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ മുന്നോട്ട് നീങ്ങുന്നത്. മലപ്പുറം ജില്ലയിലെ ആനക്കയം, പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ കർശന നിയന്ത്രണം തന്നെയാണ് ഇതിന് പിന്നാലെ ഏർപ്പെടുത്തിയത്. രാവിലെ 10 മണി മുതൽ 5 മണി വരെ മാത്രമേ കടകൾ പ്രവർത്തിക്കാവൂ. വിവാഹ ചടങ്ങുകൾക്ക് പരമാവധി 50 പേർ മാത്രമാണ് പങ്കെടുക്കേണ്ടത്. കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പഞ്ചായത്തുകളിൽ എല്ലാവരോടും വീടുകളിൽ തുടരാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം സെക്കൻഡറി സമ്പർക്ക പട്ടിക കൂടി വൈകാതെ തന്നെ പുറത്തിറക്കുന്നതായിരിക്കും. മൺസൂൺ കാലവർഷം എത്തിച്ചേർന്നതോടെയാണ് ഡെങ്കി, എലിപ്പനി, വൈറൽ പനി, മലേറിയ, ടൈഫോയിഡ്, കോളറ, മുണ്ടിനീര്, അമീബിക് മസ്തിഷ്ക ജ്വരം, ചിക്കൻ പോക്സ്, പക്ഷിപ്പനി, അങ്ങനെ പലതരത്തിലുള്ള പനികൾ, H1N1, സിക്ക വൈറസ് ബാധ, അങ്ങനെയൊക്കെ തന്നെ നിരവധി വ്യാധികളാണ് ജനങ്ങളെ പിടിച്ചു മുറുക്കുന്നത്. ഒപ്പം തന്നെ കോവിഡ് വൈറസ് ബാധയും പടർന്നുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് നിപ്പയും വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെയൊക്കെ തന്നെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ ഒരു ജോലി. എലിപ്പനിയും ഡെങ്കിപ്പനിയും വലിയ തോതിൽ മനുഷ്യൻ്റെ ജീവന് വെല്ലുവിളിയായി തന്നെ മാറുന്നുണ്ട്. ജീവൻ എടുക്കാൻ തക്ക കരുത്ത് ഇവയ്ക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്നത്. ഈ വർഷം 202 പേരാണ് ഈ രോഗങ്ങൾ മൂലം മരണപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ആളുകൾ മരണപ്പെടുന്നതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഈ മാസം മാത്രം പുതുതായി പനി ബാധിച്ച് ചികിത്സ തേടിയിട്ടുള്ള 2 ലക്ഷത്തിലധികം ആളുകളുണ്ട്. അതിൽ 2250 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുണ്ടിനീരുള്ളത് 1800 പേർക്കുമാണ്. 14 ലക്ഷം പേരാണ് ഈ വർഷം ഇതുവരെ പനിയുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയിട്ടുള്ളത്. അതിൽ 10252 പേർ ഡെങ്കിപ്പനി ബാധിച്ചവരാണ്. 15664 പേർ ചിക്കൻ പോക്സ് ബാധിച്ചവരും, 31874 പേർക്ക് മുണ്ടിനീരും, 3418 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എയുമാണ് പിടിപെട്ടതായി കണക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്.